നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മോഷണൽ EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത് കണ്ടക്ടറിൻ്റെയോ കോയിലിൻ്റെയോ ഒക്കെ മോഷൻ കാരണമാണെങ്കിൽ നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് EMFനെ മോഷണൽ EMF എന്ന് പറയും. നമ്മൾക്ക് 3 കേസാണ് മോഷണൽ EMFൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് EMF ഇൻഡ്യൂസ്ഡ് ബൈ ചേഞ്ചിങ് ദ ഏരിയ ഓഫ് ദ കോയിൽ. കോയിലിൻ്റെ ഏരിയ മാറുമ്പം ഫ്ലക്സ് മാറുന്നു. ഫ്ലക്സ് മാറുമ്പം ഫ്ലക്സ് ചേഞ്ച് എന്താ സംഭവിക്കുക? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ കേസാണ് നമ്മൾ നോക്കുന്നത്. ഡയഗ്രാം നോക്കുക. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ പിന്നെ ഇതൊരു കോയിലാണ്, റെക്റ്റാങ്കുലാർ കോയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് B കാണാം. ഇങ്ങനെ ക്രോസ് മാർക്ക് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? B ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പേപ്പർ. അപ്പം നിങ്ങൾ നോക്കുന്ന മൊബൈൽ സ്ക്രീനിലാണ് എങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു യുവർ മൊബൈൽ സ്ക്രീൻ. അപ്പോൾ ഫീൽഡ് B ഉള്ളിലേക്കാണ്. അപ്പോൾ ഈ ഫീൽഡ് Bയിൽ നമ്മൾ റെക്റ്റാങ്കുലർ കോയിൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ ആ കോയിലിൻ്റെ എത്ര ഭാഗമാണ് മാഗ്നറ്റിക് ഫീൽഡിലുള്ളത്? PQRS എന്നുള്ള ഏരിയയാണ്. കോയിൽ മുഴുവനായിട്ട് മാഗ്നറ്റിക് ഫീൽഡിലല്ല, ആ കോയിലിൻ്റെ PQRS എന്നുള്ള അത്രയും ഭാഗം, അത്രയും ഏരിയയാണ് മാഗ്നറ്റിക് ഫീൽഡിലുള്ളത്. കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെലോസിറ്റി V. Consider a rectangular loop moving in a perpendicular magnetic field such that the loop is partially inside the magnetic field. ലൂപ്പിൻ്റെ PQRS എന്നുള്ള ഏരിയ ആണ് ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലുള്ളത്. അങ്ങനെയാണെങ്കിൽ what will be the magnetic flux? ഫ്ലക്സിൻ്റെ ഫോർമുല NBA cos θ എന്നാണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് 1 ആണ്, ഒരൊറ്റ ടേണേ ഉള്ളൂ. cos θ എന്ന് പറയുമ്പോൾ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ B ആൻഡ് വെക്ടർ A. വെക്ടർ Bക്ക് പെർപെൻഡിക്കുലർ ആണ് വെക്ടർ A. വെക്ടർ Bയും വെക്ടർ Aയും ഒരേ ഡയറക്ഷനിലാണ്. ഈ കോയിലിൻ്റെ വെക്ടർ A നമ്മൾ ഉള്ളിലേക്കാണ് വരയ്ക്കുക, Bയും ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തീറ്റ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ cos θ 1 ആണ് വരിക. അപ്പം എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് വരിക BA എന്നാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ L ഇൻറ്റു എക്സ് എന്നാണ് വരിക. അപ്പോൾ ഫോർമുല മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു BL X. ഇനി കോയിൽ മൂവ് ചെയ്യുമ്പോൾ എന്താ ചേഞ്ച് ചെയ്യുക? കോയിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. കോയിൽ ഇസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി V ഇൻ ദിസ് ഡയറക്ഷൻ. കോയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. കോയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് B മാറുമോ? ഇല്ല. കോയിലിൻ്റെ ലെങ്ത് L മാറുമോ? ഇല്ല. കോയിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് X ആണ് മാറുക, അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് X മാറുമ്പം ഫ്ലക്സ് മാറും. ഫ്ലക്സ് മാറുമ്പം അതിലെന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇൻഡ്യൂസ്ഡ് EMF is equal to minus d∅B by dt എന്നാണ്. ഫൈൻ്റെ സ്ഥാനത്ത് BLX എന്ന് കൊടുക്കുക. ഇതിൽ X ആണ് ചേഞ്ച് ചെയ്യുക, അതുകൊണ്ട് Bയും Lയും പുറത്തേക്ക് എടുക്കുക. This is equal to BL into dx by dt. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. So you will get E equals BLV. So what is the formula for EMF induced when the area of the coil changes? E is equal to BLV. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോയിൽ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ കോയിൽ. EMF induced in a straight conductor moving in a perpendicular magnetic field. In the diagram, you can see a conductor of length L, conductor AB of length L moving in a magnetic field with a velocity V. Magnetic field is directed into the plane of the paper. നിങ്ങൾ മൊബൈൽ സ്ക്രീനിൽ നോക്കണമെങ്കിൽ മൊബൈൽ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ ദ കണ്ടക്ടർ AB ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ഒരു നിങ്ങൾക്കറിയാം, കണ്ടക്ടറിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. കണ്ടക്ടർ മൂവ് ചെയ്യുമ്പം അതിലുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആൻഡ് an electron is moving in a perpendicular magnetic field, it experiences a Lorentz force given by FB equals Q into V cross B. ഇവിടെ വിയും ബിയും വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സൈൻ തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. ഇപ്പോൾ QVB സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ 1 വരിക. അപ്പോൾ F is equal to QVB എന്ന് വരും. So the electron will experience a magnetic Lorentz force given by QVB. ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ നിങ്ങൾ പഠിച്ചതാണ്. ആ മെത്തേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇലക്ട്രോൺസിന് മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് താഴേക്കാണ്. സോ യു ക്യാൻ റൈറ്റ് ദ ഇലക്ട്രോൺസ് എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F is equal to QVB downwards. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ചാർജ് മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോണ് എയിൽ നിന്ന് ബിയിലേക്ക് ലോറൻസ് ഫോഴ്സ് കാരണം മൂവ് ചെയ്യും. അപ്പോൾ താഴെ ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടാവും, മുകളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം അവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ചാർജ് ഉണ്ടെങ്കിൽ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് നിന്ന് മൈനസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ നിൽക്കുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിലാണ്. നെഗറ്റീവ് ചാർജസ് എക്സ്പീരിയൻസസ് ആൻഡ് ഇലക്ട്രിക് ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇവിടെയുള്ള ഇലക്ട്രോണിന് മുകളിലേക്ക് അപ്വേർഡ്സ് ആയിട്ട് മുകളിലേക്ക് ഒരു ഇലക്ട്രിക് ഫോഴ്സും ആക്ട് ചെയ്യും. ഇലക്ട്രോണിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമല്ല, മുകളിലേക്ക് ഒരു ഇലക്ട്രിക് ഫോഴ്സും ആക്ട് ചെയ്യും. ദ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ Fe equals QE. So there are two forces acting on the electron. Magnetic Lorentz force F is equal to QVB downwards and electric force F is equal to QE upwards. കൂടുതൽ ഇലക്ട്രോൺസ് ലോറൻസ് ഫോഴ്സ് കാരണം എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും. അതിനനുസരിച്ചിട്ട് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പം മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സും കൂടും. കുറച്ച് കഴിയുമ്പം താഴേക്കുള്ള ലോറൻസ് ഫോഴ്സും മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സും തുല്യമാവും. The charges at the ends will build up till the downward magnetic force equals upward electric force. Then we can say that equilibrium is reached. Equilibrium electric force equals magnetic force. You can write QE equals QVB. Q cancel out. E is equal to VB. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ടേംസിലേക്ക് എഴുതാം. പഠിച്ചിട്ടുണ്ടാവും അല്ലേ? V is equal to E into D എന്നാണ് ഡിസ്റ്റൻസ്. അപ്പോൾ E is equal to V by D എന്നാണ് വരിക. ഇവിടെ ഒരു ചാർജ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് L ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണ്. സോ ഇന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് V by L എന്ന് എഴുതാം. V ക്യാപിറ്റൽ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആണ്, L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ് ബൈ ദ ചാർജ് ആണ്. അപ്പോൾ ഇന്റെ സ്ഥാനത്ത് V by L equals VB എന്ന് എഴുതാം. ഓർ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് V is equal to BVL. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിനെ E എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ യു ക്യാൻ റൈറ്റ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF E equals BVL. The direction of induced EMF is given by Fleming's right hand rule. നമ്മൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചതാണ്. It helps us to find the force on a current carrying conductor kept in a magnetic field. Fleming's right hand rule helps us to find the direction of induced EMF in a conductor moving in a perpendicular magnetic field. ഇതാണ് ഡയഗ്രാം. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് സ്ട്രെച്ച് ദ തമ്പ്, ഫോർഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ 3 mutually perpendicular directions. If the forefinger points in the direction of magnetic field, thumb in the direction of motion of the conductor, then middle finger gives the direction of induced current. നിങ്ങൾ വലത് കൈയിലെ തമ്പും ഫോർഫിംഗറും മിഡിൽ ഫിംഗറും പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. തമ്പ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുമാണെങ്കിൽ മിഡിൽ ഫിംഗർ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓർ കറന്റ്. നമുക്ക് ഈ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കണ്ടക്ടർ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ തമ്പ്, നിങ്ങളെ റൈറ്റ് ഹാൻഡിൽ ഒന്ന് പിടിച്ചു നോക്കുക കേട്ടോ. റൈറ്റ് ഹാൻഡിലെ തമ്പ് മുകളിലേക്ക് വെക്കുക. ഇവിടെ നിങ്ങൾക്കൊരു മാഗ്നറ്റ് കാണാൻ, മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പോൾ ഫോർ ഫിംഗർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ പിടിക്കുക. അപ്പോൾ നിങ്ങളെ തമ്പ് മുകളിലേക്കും ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്കും പിടിക്കുക. യു ക്യാൻ സീ ദാറ്റ് ദ മിഡിൽ ഫിംഗർ ഈസ് പോയിന്റിങ് ടുവേർഡ്സ് യു. നിങ്ങൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് കണ്ടക്ടർ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ തമ്പ് മുകളിലേക്കും ഫോർ ഫിംഗർ ചിത്രത്തിൽ കാണിക്കുന്ന ഫീൽഡിന്റെ ഡയറക്ഷനിലും പിടിച്ചാൽ മിഡിൽ ഫിംഗർ വിൽ പോയിന്റ് ടുവേർഡ്സ് യു. The middle finger gives the direction of induced current. So this is how you use Fleming's right hand rule to find the direction of induced EMF. മൂന്നാമത്തെ കേസ്, EMF induced in a rotating conducting rod.
You consider a conducting rod OA of length L. ഇതാണ് rod. It is rotating with an angular velocity omega. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്നാണ് പറയുക, ഡിനോട്ട് ചെയ്യുക ഒമേഗ എന്നാണ്. ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ കാണാം മാഗ്നറ്റിക് ഫീൽഡ് ബി ക്രോസ് മാർക്കാണ്. ദ ഫീൽഡ് ബി ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ ബോർഡ്, ഉള്ളിലേക്കാണ്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ യു ഹാവ് എ കണ്ടക്ടിങ് റോഡ് ഓഫ് ലെങ്ത് എൽ rotating with an angular velocity omega in a perpendicular magnetic field directed into the plane of the paper. T സമയം കൊണ്ട് കുറച്ച് സമയം T കഴിഞ്ഞപ്പം ഈ റോഡ് A ഡാഷ് എന്നുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇത് റൊട്ടേറ്റ് ആൻ ആംഗിൾ തീറ്റ, തീറ്റ എന്നുള്ള ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ എത്ര ഉണ്ടാവും? ഈ ഏരിയ, ഇത്രയും ഭാഗത്തെ ഏരിയ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഏരിയ സ്വെപ്റ്റ് ഈക്വൽസ് ഹാഫ് ഇൻറ്റു റേഡിയസ് സ്ക്വയർ ഇൻറ്റു ആംഗിൾ ഇൻ റേഡിയൻസ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ L ആണ്, അപ്പോൾ ഇവിടെ L സ്ക്വയർ എന്ന് കൊടുക്കുക, ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. സോ യു വിൽ ഗെറ്റ് ഹാഫ് ഇൻറ്റു L സ്ക്വയർ ഇൻറ്റു തീറ്റ. ഇത്രയും ഭാഗത്തുണ്ടാവുന്ന ഫ്ലക്സ് എത്രയായിരിക്കും? ഫ്ലക്സിന്റെ ഫോർമുല ഫൈ ഇസ് ഈക്വൽ ടു NBA കോസ് തീറ്റ എന്നാണ്. നമ്പർ ഓഫ് ടേൺസ് 1 ആണ്, കോസ് തീറ്റന്റെ വാല്യൂ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ ഫ്ലക്സിന്റെ ഫോർമുല BA എന്നാണ് വരിക. എന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ഹാഫ് BL സ്ക്വയർ തീറ്റ. ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡ് B മാറൂല, കണ്ടക്ടറിന്റെ ലെങ്ത് L കോൺസ്റ്റന്റ് ആണ്. റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ മാറും അല്ലേ, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളാണ് മാറുക. അപ്പൊ ആംഗിൾ മാറുമ്പം ഫ്ലക്സ് മാറും, ഫ്ലക്സ് മാറുമ്പം എന്താ ഫ്ലക്സ് ചേഞ്ച് ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പൊ അടുത്തതിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ പോവാണ്. E is equal to minus d∅dt എന്നാണ്. ഞാൻ എൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ d/dt ഓഫ് ഫൈൻ്റെ സ്ഥാനത്ത് ഹാഫ് BL സ്ക്വയർ തീറ്റ, അതിൽ തീറ്റ മാത്രമേ മാറുള്ളൂ, BL സ്ക്വയർ പുറത്തേക്ക് കൊണ്ടുപോകാം. ഹാഫ് BL സ്ക്വയർ ഇൻറ്റു d∅dt. ആംഗുലാർ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ആംഗുലാർ വെലോസിറ്റി ആണ്. യു വിൽ ഗെറ്റ് EMF ഇൻഡ്യൂസ്ഡ് ഈക്വൽസ് ഹാഫ് BL സ്ക്വയർ ഒമേഗ. നമുക്ക് ഒമേഗയെ വേണമെങ്കിൽ ഫ്രീക്വൻസിന്റെ ടേംസിൽ എഴുതാം. ഒമേഗ ഈക്വൽസ് 2πf എന്നാണ് അല്ലേ, 2πf. അപ്പൊ ഇവിടെ ഒമേഗന്റെ സ്ഥാനത്ത് F സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് E is equal to πBL square F. So when a conductor rotates in a perpendicular magnetic field, an EMF will be induced in the conductor given by E equals half BL square omega or E equals πBL square F. അപ്പം നമ്മൾ മോഷണൽ EMFന്റെ 3 കേസാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ഒരു റെക്ടാങ്കുലാർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പം അതിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യും, അത് കാരണം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. രണ്ടാമത്തെ കേസ്, ഒരു കണ്ടക്ടർ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പം അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. മൂന്നാമത്തെ കേസ്, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇങ്ങനെ 3 കേസാണ് നമ്മൾ മോഷണൽ EMFൽ ഡിസ്കസ് ചെയ്തത്. ഫിഗർ ഷോസ് എ റെക്ടാങ്കുലാർ കണ്ടക്ടർ ഇൻ വിച്ച് വൺ ആം PQ ഈസ് ഫ്രീ ടു മൂവ് ആൻഡ് കെപ്റ്റ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് ഇൻ ടു ദ പേപ്പർ. 4 ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ലൂപ്പ്. അപ്പം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പിന്നെ ഒരു റെക്ടാങ്കുലാർ ലൂപ്പ് കാണാം. PQRS എന്നാണ് റെക്ടാങ്കുലാർ ലൂപ്പിന്റെ പേര്. ആ ലൂപ്പിന്റെ ഒരു ആം PQ, ഒരു സൈഡ് PQവിന് മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും വിത്ത് വെലോസിറ്റി V. ഈ ലൂപ്പ് വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഈ ക്രോസ് മാർക്ക് ഇട്ടാൽ നിങ്ങൾക്കറിയാം ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പേപ്പർ. അപ്പോൾ വാട്ട് ഈസ് ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ലൂപ്പ്? നിങ്ങൾക്കറിയാം എ കണ്ടക്ടർ മൂവിങ് അല്ലേ. വാട്ട് ഈസ് ദ ഫ്ലക്സ്? ഫ്ലക്സിന്റെ ഫോർമുല ഫൈ ഇസ് ഈക്വൽ ടു NBA കോസ് തീറ്റ എന്നാണ്. എന്നിന്റെ വാല്യൂ 1,
ബിൻ്റെ അവിടെ തന്നിട്ടുണ്ട്, ബി എന്ന് കൊടുത്തിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ എൽ ഇൻറ്റു എക്സ് നമ്മൾ കൊടുത്തു. കോസ് തീറ്റയുടെ വാല്യൂ 1 ആണ്. ബിയും വെക്ടർ ബിയും വെക്ടർ എയും തമ്മിലുള്ള ആംഗിൾ, ഈ കണ്ടക്ടറിൻ്റെ വെക്ടർ എ ഉള്ളിലേക്കാണ്, വെക്ടർ ബിയും ഉള്ളിലേക്കാണ്. സോ തീറ്റ 0 ആണ്. അപ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ കോസ് തീറ്റ 1 ആണ് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്നും കോസ് തീറ്റയും 1 ആവും. പിന്നുള്ളത് ബി എ ആണ്. ബി എന്ന് എഴുതി, ഏരിയൻ്റെ സ്ഥാനത്ത് എൽ ഇൻറ്റു എക്സ് എന്ന് എഴുതി. അപ്പോൾ ആൻസർ ബി എൽ എക്സ്. സോ ദ ഫ്ലക്സ് ഇൻ ദ ലൂപ്പ് ഈസ് ബി എൽ എക്സ്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദ ആം പി ക്യു ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ആർ എസ് വിത്ത് എ സ്പീഡ് വി, വാട്ട് ഇസ് ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്? ഈ ആം പി ക്യു വി സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്താണ് മാറുക? എക്സ് എന്നുള്ള ഡിസ്റ്റൻസാണ് മാറുക അല്ലേ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഫൈവ് ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് ബി എൽ എക്സ് എന്ന് വരും. ഇതിൽ ബിയും എല്ലും കോൺസ്റ്റന്റ് ആണ്. കണ്ടക്ടർ മുമ്പ് എക്സ് മാത്രമേ മാറുള്ളൂ. ബി എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. സോ യു വിൽ ഗെറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ബി എൽ വി. മൂന്നാമത്തെ ചോദ്യം, വെരിഫൈ ദ റിസൾട്ട് കൺസിഡറിങ് ദ ലോറൻസ് ഫോഴ്സ് ഓൺ ആം പി ക്യു. പി ക്യു എന്നുള്ളത് ഒരു കണ്ടക്ടറാണ്. പിന്നെ കണ്ടക്ടർ ഈസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ലോറൻസ് ഫോഴ്സ്. നിങ്ങൾക്ക് അറിയാമല്ലേ, കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസ് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതോടൊപ്പം ഇലക്ട്രിക് ഫോഴ്സും ഉണ്ടാവും. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇലക്ട്രിക് ഫോഴ്സും ലോറൻസ് ഫോഴ്സും തുല്യമാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാണ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു ബി എൽ വി. അപ്പോൾ ഈ പി ക്യു ഒരു കണ്ടക്ടർ ആണെന്നും ആ കണ്ടക്ടർ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ് എങ്കിൽ വാട്ട് വിൽ ബി ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എന്നാണ് ചോദ്യം. അത് നമ്മൾ മോഷണൽ ഇ എം എഫിൻ്റെ കേസ് 2 ആയിട്ട് പഠിച്ചതാണ്. ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി. വാട്ട് ഹാപ്പൻസ് ഇഫ് പി ക്യു ഈസ് മൂവ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ? പി ക്യു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ അതിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ചേഞ്ച്. A jet plane is traveling west at a speed of 1800 km per hour. What is the voltage difference developed between the ends of the wings 25 meter long if the Earth's field at the location is 5 into 10 raised to minus 4 Tesla, dip angle equals 30 degree? എന്തൊക്കെ തന്നു നോക്കുക. The jet plane is traveling west with a speed of 1800 km per hour. അപ്പോൾ സ്പീഡ് വി ഈസ് ഈക്വൽ ടു 1800 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എസ് ഐയിലേക്ക് മാറ്റണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് വി ഈസ് ഈക്വൽ ടു 1800 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 500 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ഡെവലപ്ഡ്? അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് കാണേണ്ടത്. അതാണ് നമുക്ക് കാണേണ്ടത്. വിങ്സിന്റെ നീളം തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്സ് 25 മീറ്റർ ലോങ്. അപ്പോൾ നമ്മളെ ചിറക്, വിമാനത്തിന്റെ ചിറകിന്റെ നീളം 25 മീറ്റർ ആണ്. എർത്തിന്റെ ഫീൽഡ് എത്രയാണ് തന്നിരിക്കുന്നത്? ബി ഈസ് ഈക്വൽ ടു 5 into 10 raised to minus 4 ടെസ്ല തന്നിട്ടുണ്ട്. ഡിപ്പ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇതിൽ പുതിയൊരു വാക്ക് വന്നിട്ടുണ്ട്, ഡിപ്പ്. നിങ്ങളത് മാഗ്നറ്റിസം എന്നുള്ള 5th ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുക. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിനോട്ടഡ് ബൈ ബി. അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ബി എച്ച് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് BV. So Earth's magnetic field can be resolved into 2 components, a horizontal component BH and a vertical component BV. The angle between B and BH is called dip. അപ്പോൾ ഡിപ്പ് എന്നാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എർത്തിന്റെ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡും എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ഡിപ്പ്. ഡിനോട്ട് ചെയ്യുക തീറ്റ എന്നാണ്. ഇതാണ് പ്ലെയിനിന്റെ ചിറക്. പ്ലെയിൻ ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. ഇതാണ് പ്ലെയിനിന്റെ ചിറക്. പ്ലെയിനിന്റെ ചിറകിനെ നമുക്കൊരു കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ പ്ലെയിനിന്റെ ഈ വിങ് ഇറ്റ് വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഫീൽഡ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് അതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് കണ്ടില്ലേ, BV. മറ്റേത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് BH. അപ്പൊ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് ഈ ബീനെ, എർത്തിന്റെ ഫീൽഡ് ബീനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, BVയും BHും.
ഇതിൽ ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എർത്തിന്റെ ഫീൽഡ് ഏതാ? ബി ആണോ? അല്ല. ബി എച്ച് ആണോ? ബി എച്ച് ആണോ? അല്ല. പിന്നെ ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ബി വി ആണ്. അങ്ങനെ വരുമ്പം നമ്മൾ ഒരു പ്ലെയിന് മൂവ് ചെയ്യുന്ന കേസിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഫോർമുല, ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്, അത് ഒരു പ്ലെയിന് മൂവ് ചെയ്യുന്ന കേസിൽ ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി എന്നല്ല എഴുതുക, ഇ ഈസ് ഈക്വൽ ടു ബി വി എൽ വി എന്നാണ് എഴുതുക. കാരണം ആ പ്ലെയിനിന്റെ ചിറകിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് എർത്തിന്റെ ഫീൽഡ് ബി അല്ല, ആ ഫീൽഡിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ബി വി ആണ്. സോ our equation should be rewritten as, in that case, ഒരു പ്ലെയിന് മൂവ് ചെയ്യുന്ന കേസിൽ the equation should be rewritten as E is equal to BV into L into V. അങ്ങനെ നമുക്ക് ഇ എം എഫിന്റെ വാല്യൂ ഇവിടെ എഴുതാം, E is equal to BV LV. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ബി വി എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ബൈ ബി എന്നാണ് വരിക. സോ വിൽ ഗെറ്റ് ബി വി ഈക്വൽസ് ബി സൈൻ തീറ്റ. ഇപ്പൊ ബി വിന്റെ സ്ഥാനത്ത് ബി സൈൻ തീറ്റ എന്ന് എഴുതുക. എല്ലാ വാല്യൂ ഇവിടെ ഉണ്ട്. ബിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റന്റെ വാല്യൂ 30 ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലിന്റെ വാല്യൂ വെലോസിറ്റിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 3.125 വോൾട്ട്. A wheel with 10 metallic spokes, each 0.5 meter long. ചക്രത്തിൽ ഇപ്പൊ ബൈക്കിന്റെ ഒക്കെ വീലില് നിങ്ങൾ വടികൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിനാണ് സ്പോക്ക് എന്ന് പറഞ്ഞാൽ വടി എന്ന് അർത്ഥം. അപ്പൊ ഒരു വീലുണ്ട്, ആ വീലിൽ 10 വടികൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് 0.5 meter long is rotated with a speed of 120 revolutions per minute. Normal to Earth's magnetic field 0.4 goes. Find the EMF induced between axle and the rim. വീല് കറങ്ങുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പൊ വീലിലുള്ള 10 കണ്ടക്ടേഴ്സും മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ കണ്ടക്ടർ ഈസ് റൊട്ടേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ചക്രത്തിലുള്ള വടിയിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എത്രയാണെന്നാണ് ചോദ്യം. ഇനി എന്തൊക്കെ ടേംസ് തന്നെന്ന് നോക്കുക. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ തന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടക്ടറിന്റെ നീളം 0.5 മീറ്റർ. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0.4. ഗോസിനെ ടെസ്ല ആക്കണം. 0.4 into 10⁻⁴ ടെസ്ല. ഈസ് റൊട്ടേറ്റഡ് വിത്ത് എ സ്പീഡ് ഓഫ് 120 revolutions per minute. റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നുള്ളത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. റെവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സ്, അതാണ് SI യൂണിറ്റ്. അപ്പോൾ നമ്മൾ റെവല്യൂഷൻസ് പെർ മിനിറ്റിനെ റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആക്കാൻ പോവാണ്. 120 revolutions per 60 സെക്കൻഡ്, അതായത് ഫ്രീക്വൻസി ഈക്വൽസ് ടു റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. എല്ലും ബിയും എഫും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്? നമ്മൾ ഫോർമുല പഠിച്ചതാണ്. E is equal to pi b L square f. എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E is equal to 6.28 into 10⁻⁵ വോൾട്ട്.